പ്രൊഫസർ ബി രാജീവൻ. 1971 മുതൽ വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ അധ്യാപകൻ. 1975 ദേശീയ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ചെറുത്തുനിൽപ്പുകളിൽ പങ്കെടുത്ത് മർദ്ദനവും തടങ്കലും അനുഭവിച്ചു. 1969 മുതൽ തത്വശാസ്ത്രം, രാഷ്ട്രമീമാംസ, സൗന്ദര്യശാസ്ത്രം, ചരിത്രം, സിനിമ, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. സ്വാതന്ത്ര്യത്തിന്റെ സമഗ്രത, അന്യവൽക്കരണവും യോഗയും മാർക്സിസവും ശാസ്ത്രവും, ജനനിബിഡമായ ദന്തഗോപുരം, EMSന്റെ സ്വപ്നം, വർത്തമാനത്തിന്റെ ചരിത്രം, വാക്കുകളും വസ്തുക്കളും, ജൈവരാഷ്ട്രീയവും ജനസഞ്ചയവും, പ്രളയാനന്തര മാനവികത, കീഴാള മാർക്സിസവും കീഴാള ജനാധിപത്യവും തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ബഷീർ പുരസ്കാരം, OV വിജയൻ പുരസ്കാരം, നരേന്ദ്രപ്രസാദ് ഫൗണ്ടേഷൻ പുരസ്കാരം, ബുക്ക് ഫെയർ അവാർഡ്, ഗുരുദർശൻ പുരസ്കാരം, ശാന്തകുമാരൻ തമ്പി ഫൗണ്ടേഷൻ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി GN പിള്ള അവാർഡ്, ചിന്താ രവി ഫൗണ്ടേഷൻ പുരസ്കാരം, സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പുരസ്കാരം എന്നിവ ലഭിച്ചു. EMSന്റെ സ്വപ്നം, വാക്കുകളും വസ്തുക്കളും, പ്രളയാനന്തര മാനവികത, ഇന്ത്യയുടെ വീണ്ടെടുക്കൽ തുടങ്ങിയവയാണ് ബി രാജീവന്റെ പ്രധാന കൃതികൾ. ഞാൻ വിചാരിച്ചത് അങ്ങേവശത്തുള്ള പഴയ ആ കെട്ടിടത്തിലെ പഴയ ക്ലാസ് റൂമിൽ എൻ്റെ പഴയ വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് വീണ്ടും ആ ക്ലാസ് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ എൻ്റെ പഴയ വിദ്യാർത്ഥികൾ പലരും വന്നു ചേർന്നിട്ടുണ്ട്. ഞാനൊരു യോഗത്തിൻ്റെ രീതിയിലാണെങ്കിൽ അവർക്കൊക്കെ നന്ദി പറയേണ്ടതാണ്, അത് ഞാൻ ചെയ്യുന്നില്ല. പുതിയ വിദ്യാർത്ഥികളും ഉണ്ട്. ക്ലാസ് ആകുമ്പോൾ ഒരു സിലബസ് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു സിലബസ് ഇല്ല. മലയാള ഭാഷയെക്കുറിച്ച് ചില കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം എനിക്കത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ മലയാളികൾക്ക് ഇപ്പോൾ ഹരിദാസനെ പോലെയൊക്കെയുള്ള പല സുഹൃത്തുക്കളും മലയാള ഭാഷയ്ക്ക് വേണ്ടി നിൽക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും മലയാള ഭാഷ സാഹിത്യ വിദ്യാർത്ഥികളും ആയിരിക്കാം. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളിലും പല കാരണങ്ങളാൽ പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് JNU, ഡൽഹി യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ. അപ്പോൾ അവിടെ ഞാൻ പല സ്ഥലങ്ങളിൽ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉണ്ടായ എനിക്കൊരു തോന്നൽ, ഈ മലയാളികളായ ഒട്ടേറെ സുഹൃത്തുക്കൾ അവിടെയെല്ലാം ഉണ്ട്. പക്ഷേ അവരെല്ലാം തമ്മിൽ കാണുമ്പോൾ എല്ലാവരും ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, മലയാളികൾ പൊതുവെ. അതേസമയം ബംഗാളികളായ വിദ്യാർത്ഥികൾ അവരൊരുമിച്ച് കാണുമ്പോൾ അവർ ഇംഗ്ലീഷ് പറയുകയില്ല, അവർ എല്ലാം ബംഗാളിയാണ് പറയുന്നത്. അതുപോലെ തമിഴ് വിദ്യാർത്ഥികൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളുള്ള ഹൈദരാബാദിലും JNUയിലും ഒക്കെ ഉള്ള ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ അവിടെ കൂടുമ്പോൾ പരസ്പരം കണ്ടുമുട്ടിയാൽ അവർ തമിഴേ പറയും. മലയാളി ഇത് പറയുന്നില്ല. ഞാൻ അന്ന് മുതലേ ആലോചിക്കുന്നതാണ്, എന്താണ് ഈ മലയാളി ഇങ്ങനെ ഭാഷാസ്നേഹം ഇല്ലാത്ത, അല്ലെങ്കിൽ അവർ ഒത്തുചേരുന്ന സമയത്ത് അവരുടെ സ്വന്തം ഭാഷയിൽ പരസ്പരം ആശയം വിനിമയം ചെയ്യാൻ അവർ ശ്രമിക്കാത്തതെന്ന് ആലോചിച്ചിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ ഉണ്ടായ നവോത്ഥാന പ്രക്രിയയുടെയും അതുപോലെ ഇവിടെ ഉണ്ടായ കൊളോണിയൽ ഇടപെടലുകളുടെയും ഒക്കെ ഒരു കാരണമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കൊളോണിയൽ കാലത്തുള്ളതിനേക്കാൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു ഭാഷയുടെ ഇതുപോലെ പ്രാദേശിക ഭാഷകളുടെ അപചയം എന്നത് ഒരു വലിയ വിഷയമാണിന്ന്. ഇപ്പോൾ 2000 ഒരു കണക്കനുസരിച്ച് ലോകത്തിന്ന് 7000-ഓളം പ്രാദേശിക ഭാഷകൾ ഏതാണ്ട് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്, പല കാരണങ്ങളാൽ. പ്രത്യേകിച്ച് ഈ ആഗോളവൽക്കരണത്തിൻ്റെ കാലം വരുമ്പോഴേക്ക് പ്രാദേശിക ഭാഷയ്ക്ക് ഒരു സ്ഥാനവും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. കുട്ടികളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടില്ലേ, ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്നു എന്നുള്ളതായിരുന്നു മുമ്പുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ അതല്ല. ഇപ്പോൾ എങ്ങനെയെങ്കിലും വിദ്യാർത്ഥികൾക്ക് കേരളം വിട്ടുപോകണമെന്നാണ്. കേരളത്തിന് പുറത്ത് പഠിക്കാനല്ലേ ആഗ്രഹിക്കുന്നത് എല്ലാവരും. ഇപ്പോൾ കേരളത്തിലല്ല പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, കേരളം വിട്ടുപോകണം. ഇപ്പോൾ അതുപോലെ കേരളം വിട്ടുപോകണമെന്ന് വെച്ചാൽ ഇന്ത്യ തന്നെ വിട്ടുപോകണമെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾ, ഇന്ത്യയെ തന്നെ പുറത്തെവിടെയെങ്കിലും
ജീവിതം ആരംഭിക്കണമെന്നിരിക്കുകയായിരുന്നു വിദ്യാർത്ഥി. ഈ വിധത്തിൽ ഒരു ആഗോളവൽക്കരണ കാലത്തെ വെല്ലുവിളികൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൊളോണിയൽ കാലത്തെയോ അതിനുശേഷമുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ കാലത്തെയോ പ്രാദേശിക ഭാഷകൾ അനുഭവിച്ചിരുന്ന വെല്ലുവിളികളെക്കാളൊക്കെ വളരെ വലിയ വെല്ലുവിളിയാണ് അനുഭവിക്കുന്നത്. ഇപ്പോൾ കൊളോണിയൽ കാലത്തും ഞാൻ പറഞ്ഞ ഈ നവോത്ഥാന കാലത്തുമൊക്കെ നമ്മുടെ പൊതുഭാഷ രൂപപ്പെട്ട പത്രഭാഷ രൂപപ്പെട്ട, അതായത് നമ്മുടെ ഒരു കേരള ദേശീയത, ഇന്ത്യൻ ദേശീയത പോലെ തന്നെ കേരള ദേശീയത രൂപപ്പെടുന്ന കാലം. ദേശീയത രൂപപ്പെടുന്നതിന് ഇപ്പോൾ ബെനഡിക്റ്റ് ആൻഡേഴ്സനെ പോലുള്ള ദേശീയതയെക്കുറിച്ച് കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഇമാജിൻഡ് കമ്മ്യൂണിറ്റി എന്നൊരു പ്രസിദ്ധമായ പുസ്തകമുണ്ട്. ഇപ്പോൾ ഒരു ക്ലാസിക്കാണത്, ഈ ദേശീയത രൂപപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് പ്രാദേശികമായിട്ടുള്ള ഏറ്റവും കൊളോക്കിയൽ, ഏറ്റവും ഗ്രാമീണമായിട്ടുള്ള ഭാഷാഭേദങ്ങളൊക്കെ ഇല്ലാതാവുകയും സാമാന്യ ഭാഷ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഒരു പ്രക്രിയ സംഭവിക്കുമ്പോൾ എന്താണ് അദ്ദേഹം അതിന് പറയുന്നത്, ഒരു പ്രിന്റ് ക്യാപിറ്റലിസം എന്നാണ് പറയുന്നത്. അച്ചടി മുതലാളിത്തം പോലെ ഒരു പൊതുഭാഷ അങ്ങോട്ടുണ്ടാവുക, മറ്റു ഭാഷകളൊക്കെ, മറ്റു ഭാഷാഭേദങ്ങളൊക്കെ, ഉപഭാഷകളൊക്കെ തന്നെയും അമർന്നു പോവുകയും ചെയ്യുക എന്ന് പറയുന്നൊരു പ്രക്രിയയാണ് അത് വാസ്തവത്തിൽ. ഇത് അക്കാലത്തുള്ളതിനേക്കാൾ എത്രയോ വളരെ കൂടുതലായിട്ട് സംഭവിക്കുന്നു ഈ കാലത്തെന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. ആ കാലത്ത് സാഹിത്യം ശക്തമായിട്ട് അതിനെയൊക്കെ ചെറുക്കാൻ ശ്രമിച്ചിരുന്നു. ഇത്തരത്തിൽ ഭാഷ ഇങ്ങനെ തമസ്കരിക്കപ്പെടുകയോ അല്ലെങ്കിൽ പുറന്തള്ളപ്പെടുകയോ ഒക്കെ ചെയ്യുന്നതിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് സാഹിത്യം അക്കാലത്ത് വളരെയധികം ശക്തമായി വന്നിരുന്നു എന്നുള്ളതാണ്. സാഹിത്യത്തെ ആ വിധത്തിൽ നമ്മൾ ഇന്ന് നോക്കിയാൽ അങ്ങനെ ഒരു ശ്രമം സാഹിത്യത്തിൽ തന്നെ സംഭവിക്കുന്നില്ല എന്ന് കാണാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ ഈ പ്രിന്റ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു പൊതു മലയാളം രൂപപ്പെടുകയും അത് പത്രഭാഷയായി മാറുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ഭാഷയുടെ ഒരു അടിത്തട്ടെന്ന് പറയുന്നത്, ഭാഷയുടെ ഒരു അൺകോൺഷ്യസ് എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് ഭാഷയുടെ. അത് നമ്മൾ ഈ ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം മാത്രമല്ല ഭാഷ എന്ന് പറയുന്നത്. അതാണ് ഇപ്പം വിറ്റ്ജൻസ്റ്റീനെ പോലുള്ള വലിയ ഭാഷാശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഭാഷയെന്ന് പറഞ്ഞാൽ അത് ഫോം ഓഫ് ലൈഫ് എന്നാണ്. നമ്മുടെ ജീവിതം തന്നെ നാം ജീവിക്കുന്നത് ഭാഷയ്ക്കുള്ളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് സവിശേഷ രൂപം നൽകുന്ന ശക്തിവിശേഷങ്ങളാണ് ഭാഷയിൽ പ്രവർത്തിക്കുന്നത്. ഭാഷയിൽ അതിൻ്റെ ഒരു സിഗ്നിഫൈഡ് എന്ന നിലയിൽ അർത്ഥം, ശബ്ദം എന്നൊക്കെ മട്ടിലുള്ള സൂചക സൂചിത ബന്ധങ്ങളെ ആസ്പദമാക്കിയ ഒരു ഉപകരണം മാത്രമല്ല, അത് ഒരു സമൂഹത്തിൻ്റെ ആത്മാവാണ്, അത് നിലനിൽക്കുന്നതിൻ്റെ രൂപമാണ് അതിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒരു ഉപകരണമായി കാണുമ്പോഴേക്കും പത്രഭാഷയിലോ അല്ലെങ്കിൽ ഒരു പ്രിന്റ് ക്യാപിറ്റലിസത്തിലോ വരുമ്പോൾ അത് ഉപകരണമായി മാറിപ്പോയി. ആ ജനതയ്ക്ക് ഉള്ള ആന്തരികമായിട്ടുള്ള സാംസ്കാരിക ശക്തി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അവിടെ ശുഷ്കമായി പോകുന്നു. ഒരുതരം അന്യവൽക്കരണം സംഭവിക്കുകയാണ്, ഒരു എലിനേഷൻ സംഭവിക്കുകയാണ്. അവൻ്റെ ആ സാംസ്കാരിക ജീവിതത്തിൽ നിന്നുള്ളൊരു അന്യവൽക്കരണമാണ് അവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, സാഹിത്യം അങ്ങനെ ഉള്ള ഒരു ദേശീയ ഭാഷയൊക്കെ രൂപപ്പെട്ടു തുടങ്ങിയ ആ കാലത്ത് ഇതിനെയൊക്കെ ചെറുക്കാൻ ശ്രമിച്ചിരുന്നു സാഹിത്യം. ഇപ്പം ചങ്ങമ്പുഴയുടെ കവിത തന്നെ നിങ്ങൾ ചങ്ങമ്പുഴയുടെ കവിതയെ പലതരത്തിൽ ആളുകൾ പരിശോധിക്കുന്നുണ്ട്. ചങ്ങമ്പുഴയുടെ പ്രണയഭാവനയെക്കുറിച്ചും ചങ്ങമ്പുഴയുടെ എന്താണ് ഒരു ദാർശനിക അസ്ഥിരതയെക്കുറിച്ചും ഒക്കെ പല രൂപത്തിൽ പറയും. പക്ഷേ അതായത് ആ കവിതയിൽ പ്രവർത്തിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ മലയാളിയുടെ അടിച്ചമർത്തപ്പെടുന്ന ആത്മാവുണ്ടല്ലോ, അത് ഇങ്ങനെ ഭാഷയുടെ ശബ്ദങ്ങളിലൂടെ തവലളിത പദയുകള ഗളിത ഗളശിഞ്ചീതം തരള മുരളീരവം പോലെ തോന്നുന്നുമേ, അവളെ ഒരു നോക്കൊന്നു കാണുവാൻ മാത്രമാണ് അതികുതുകമാർന്നു ഞാൻ ചെന്നതെന്നീ എന്നീ 4 വരി നമ്മൾ പറയുമ്പോൾ തന്നെ എന്താ, മലയാള ഭാഷയുടെ ശബ്ദങ്ങൾ എന്താണ് പൂമ്പാറ്റകളെ പോലെ ചിറകടിച്ചു വരുന്നത് നമുക്ക് കാണാം അതിൽ. അപ്പം അത് ഈ ഭാഷയുടെ
അടിത്തട്ട് ആ കവിതയിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അതിലാണ് റെസിസ്റ്റൻസ്, അമർച്ച ചെയ്യപ്പെടുന്ന ഭാഷയുടെ റെസിസ്റ്റൻസാണ് ആ കവിതയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കവിത ഇപ്പോൾ CV രാമപിള്ളയുടെയൊക്കെ നോവലുകളിൽ പോയാൽ പോലും നമ്മളത് അതാണ് കാണുന്നത്. എന്താണ് അതിനെപ്പറ്റി ഇപ്പോൾ പുതിയ ഭാഷാശാസ്ത്രത്തിൽ പറയുന്നത്, ഇതിനെയെല്ലാം ഇങ്ങനെ അമർന്നു പോകുന്ന ഭാഷകളെക്കുറിച്ച് മൈനർ ലാംഗ്വേജസ് എന്നാണ് പറയുന്നത്. മൈനർ ലാംഗ്വേജസ്, അത് ന്യൂനപക്ഷാത്മകമായി കൊണ്ടിരിക്കുന്ന ഭാഷ എന്നാണ്. ഈ മൈനർ ലാംഗ്വേജസ് നിലനിന്നു പോകുന്നത് പലപ്പോഴും 2 തരം പ്രക്രിയകളിലൂടെയാണ്. മൈനർ ലാംഗ്വേജസ് മേലാള ഭാഷയെ സ്വാധീനിച്ച് സ്വയം ശക്തിപ്പെടാൻ നോക്കും. ഇപ്പോൾ എഴുത്തച്ഛൻ മുതൽക്കുള്ള ഒരു പ്രവണത അതാണ്, മൈനറൈസേഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സംസ്കൃത ഭാഷയൊക്കെ എങ്ങനെയാണ് മലയാളമാക്കി മാറ്റുക എന്നത്. നമ്മുടെ രാമചരിതവും കണ്ണശരാമായണവും എല്ലാം അത്തരത്തിലുള്ളൊരു പ്രക്രിയയിൽ കൂടാണ് കടന്നു വന്നിട്ടുള്ളത്. ഇത് CV രാമപിള്ളയുടെ ഒക്കെ ആ കാലത്തെത്തുമ്പോഴേക്കും CV രാമപിള്ളയെ കുറിച്ചുള്ള ഏറ്റവും വലിയൊരു വിമർശന പഠനമുണ്ടല്ലോ, പ്രതിപാത്രം ഭാഷണ ഭേദം എന്ന് പറയുന്ന N കൃഷ്ണപിള്ളയുടെ ഒരു പുസ്തകമുണ്ട്. സംഭാഷണങ്ങളാണ് അതിൻ്റെ ജീവനായി വരുന്നത്. ഏറ്റവും പ്രാദേശികമായ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകളുടെ അവർ പരസ്പരം പറയാൻ ഉപയോഗിക്കുന്ന ഭാഷ, അതാണ് അതിൽ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ മലയാള ഭാഷയ്ക്ക് സംഭവിച്ചു കൊണ്ടിരുന്ന ഈ ഒരു സാമാന്യവൽക്കരണത്തിനെതിരെ മലയാളിയുടെ ആത്മാവിനെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം, അതിൻ്റെ ചെറുത്തുനിൽപ്പ് നമുക്ക് മലയാള സാഹിത്യത്തിൽ വളരെ ശക്തിയായി കാണാൻ കഴിയും. ഇപ്പം തകഴിയുടെ ചെറുകഥകളിൽ നമ്മൾ കാണുന്നത് ഒരു വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കുന്ന ഒരു നായുടെ കഥയില്ലേ? വെള്ളപ്പൊക്കത്തിൽ 4 വശവും വെള്ളം ഉയർന്നു വരുമ്പോൾ അവിടെ അങ്ങനെ ആ ഒരു മേൽക്കൂരയ്ക്ക് മേൽ നിന്ന് നിലവിളിക്കുന്ന ഒരു നായയുടെ കഥയാണത്. ആ നിലവിളി പോലും ഒരർത്ഥത്തിൽ മലയാളത്തിൻ്റെ നിലവിളിയാണ് എന്ന് കാണാം നമുക്ക്. കാരണം അത് ആ നായയെ വളർത്തുന്ന ഒരു പറയൻ്റെ നിലവിളിയാണ് ആ നായയിലൂടെ നാം കേൾക്കുന്നത് എന്നുള്ളതാണ്. ഇതുപോലെ അതിലൊക്കെയും ആ സാഹിത്യം പ്രവർത്തിക്കുന്നത്, സാഹിത്യം എന്ന് പറഞ്ഞാൽ ആശയവിനിമയമല്ല സാഹിത്യമെന്ന് പറയുന്നത് നമ്മളുടെ ഭാവനയുടെയും ഭാവങ്ങളുടെയും ഒക്കെ നേരിട്ടുള്ള സംവേദനമാണത്. വികാരങ്ങളുടെ നേരിട്ടുള്ള സംവേദനമാണ്, അനുഭവിപ്പിക്കലാണ്. അപ്പോൾ അത് ആശയങ്ങളല്ല. അപ്പോൾ ഇങ്ങനെ ഈ വിധത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സാഹിത്യത്തിൽ എന്തിനാണ് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം ഏറ്റവും പ്രസിദ്ധമായ ഒരു കൃതിയാണല്ലോ. ഈ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഈ ഭാഷ തന്നെ വിഷയമാകുന്ന ഒട്ടേറെ സന്ദർഭങ്ങളുണ്ട്. അതിനകത്ത് ഒരു കുട്ടാടൻ പൂശാരി എന്ന് നിങ്ങൾക്കറിയാവുന്ന കഥാപാത്രങ്ങളൊക്കെയാണല്ലോ അതിലുള്ളത്. കുട്ടാടൻ പൂശാരി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം, മുതിർന്ന കഥാപാത്രം, അയാൾ കുട്ടിയായിരിക്കുമ്പോൾ ഉള്ള ഒരു അനുഭവമുണ്ട്. അയാൾ ഈ ആശാൻ അക്ഷരം പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അക്ഷരം പഠിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിൽ ഈ കുട്ടി തല്ലുകൊള്ളുകയാണിങ്ങനെ. ഒരു വാക്കെഴുതാൻ മാ എന്നെഴുതിച്ചിട്ട് എൻ, ആശാൻ എഴുതിക്കുന്നത് 2 അക്ഷരങ്ങളുടെ പേരാണ് പറയുന്നത്, മാ എൻ എന്നുവെച്ചാൽ മാൻ എന്ന് എഴുതിക്കുകയാണ്. ഈ കുട്ടാടൻ പൂശാരി കുട്ടിയായിരുന്നപ്പോൾ അയാൾ മാ എൻ എന്നേ പറയാൻ പറ്റുമോ അവൻ സത്യസന്ധനാണ്. കാരണം അവൻ ഈ 2 അക്ഷരങ്ങളും ചേർത്ത് പറയുമ്പോൾ 2 അക്ഷരങ്ങളുടെ പേരേ പറയാൻ പറ്റൂ. അത് ആ അടിത്തട്ടിലുള്ളൊരു ലോജിക്കാണത്. അത് മുകൾ തട്ടിലെ മേലാളൻ്റെ വ്യാകരണ ഭാഷയല്ല, അത് അടിത്തട്ടിൻ്റെ ഭാഷയാണ്. ആ സത്യം എത്ര അടി കൊണ്ടിട്ടും അവൻ മാ എൻ എന്നേ പറയും. അതാണ് ഈ വിധത്തിൽ ഇത് ഞാൻ പറയാൻ കാര്യം, ഒരിക്കൽ OV വിജയനോട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അപ്പോൾ അദ്ദേഹം അന്ന് മലമ്പുഴ ഒരു സർഗസംവാദ ക്യാമ്പിൽ വെച്ചിട്ടാണ്. വിജയൻ അപ്പോൾ പറഞ്ഞു, അതാണ് ആ കൃതിയുടെ ആത്മാവ് എന്ന് പറഞ്ഞു. കാരണം നമ്മൾ അസ്തിത്വവാദ നോവലാന്നൊക്കെ പറയില്ലേ,
പക്ഷേ അസ്തിത്വവാദ ലോവലാണെന്നൊക്കെ ഈ വിമർശകന്മാർ വെറുതെ പറയുന്നതാണ്. ഈ അടികൊണ്ട എത്ര അടിച്ചിട്ടും മായനെന്ന് മാത്രം പറയാൻ കഴിയുന്ന ആ കീഴാളൻ്റെ വിലാപമുണ്ടല്ലോ, ആ ദുഃഖം, അതാണ് കുട്ടാടൻ പൂശാരിയുടെ ദുഃഖമാണ് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ രവിയുടെ ദുഃഖം എന്നാണ് പറഞ്ഞത്. ഒരു ഭാഷയുടെ ജീവിത രൂപത്തിൻ്റെ മൗലികമായ പദ്ധതിയാണ് ഭാഷ എന്ന് പറയുന്നത്. ഈ വിധത്തിൽ ഭാഷയെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മലയാളത്തെ രക്ഷിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ ആദ്യം 7000 ഭാഷകൾ 2050 ഈ 7000 ഭാഷകളിൽ 90% അപ്രത്യക്ഷമാകും, എക്സ്റ്റിങ്റ്റ് ആകും എന്നാണ് പറയുന്നത്. അക്കൂട്ടത്തിൽ മലയാളവും പെടുമോ? അങ്ങനെ പെടാതിരിക്കണമെങ്കിൽ വലിയ ചെറുത്തുനിൽപ്പുകൾ അടിയിൽ നിന്നുണ്ടാവണം. ഈ മാതിരി വലിയ ചെറുത്തുനിൽപ്പുകൾ അടിയിൽ നിന്നുണ്ടായെങ്കിൽ മാത്രമേ അത് ഈ ഭാഷയെ രക്ഷിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. ആയിരക്കണക്കിന് ഭാഷകൾ ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഷകളെ ഇപ്പോൾ ഭാഷാശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മൃതഭാഷ എന്നല്ല, സ്ലീപ്പിംഗ് ബ്യൂട്ടീസ് എന്നാണ്. അത് ഡോർമെൻ്റാണ്, അവർ ഉറങ്ങുകയാണെന്ന്. നിങ്ങൾ ഉണർത്തണം അതിനെ. ഇല്ലാതായിട്ടില്ല ഭാഷ അങ്ങനെ ഇല്ലാതാവില്ല. ഈ സ്ലീപ്പിംഗ് ബ്യൂട്ടീസ് എന്ന ഒരു പുതിയ പേരാണ് അവരിട്ടിരിക്കുന്നത് ഈ ഭാഷയ്ക്ക്. അതിനെ ഉണർത്തിയെടുക്കുക, അതാണ്. ഇപ്പോൾ ഹീബ്രു ഇല്ലാതായിപ്പോയ ഭാഷയാണ്. ഇപ്പോൾ എന്താ ഈ അവരുടെ ദേശീയ ഭാഷയായിട്ട് തന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ പലതരം കരീബിയൻ ഭാഷകളെല്ലാം പുതിയ തരം ഇംഗ്ലീഷാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വ്യാകരണമുള്ള സായിപ്പിൻ്റെ ഇംഗ്ലീഷ് അല്ല, സായിപ്പിൻ്റെ ഇംഗ്ലീഷിനെ ചെറുത്ത് നിൽക്കുന്ന പുതിയ ഇംഗ്ലീഷ് ഉണ്ടാക്കിയിട്ടുണ്ട് അവരെല്ലാം. കണ്ണുനീരിന് ക്രൈ വാട്ടർ എന്നൊക്കെ പേരെടുക്കുന്നത് പോലെ ഉള്ള പേരൊക്കെ ഇട്ടിട്ട് അവർ വളരെ കൊളോക്കിയലായിട്ടുള്ള, കണ്ണിൽ നിന്ന് വരുന്ന വെള്ളമാണല്ലോ, കരയുമ്പോൾ വരുന്ന വെള്ളമാണ് ക്രൈ വാട്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇംഗ്ലീഷ് ഭാഷയുടെ ആ ഒരു വ്യാകരണ ഉപരിതലത്തെ മുഴുവനും അവർ അടിയിലേക്ക് ഇങ്ങനെ പിടിച്ചെടുത്തിട്ട്, അതിനാണ് മൈനറൈസേഷൻ ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. മേലാളൻ്റെ ഭാഷയെ, അതിൻ്റെ ശക്തിയെ ഊറ്റിയെടുത്തുകൊണ്ട് കീഴാള ഭാഷ ഉയർന്നു വരുന്ന പ്രക്രിയയാണത് മൈനറൈസേഷൻ എന്ന് പറയുന്നത്. കാഫ്കയുടെ ഒക്കെ കൃതികളെ പറ്റി നടത്തിയിട്ടുള്ള പഠനങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ കാഫ്കയുടെ കൃതികളെയൊക്കെ ഇപ്പോൾ ജർമ്മൻ, അതാണ് യദ്ദിഷ് പോലുള്ള ജർമ്മൻ പഴയ ഭാഷകളില്ലേ, അതൊക്കെ അസ്തമിച്ചു പോകാൻ തുടങ്ങിയപ്പോഴാണ് കാഫ്കയൊക്കെ എഴുതുന്നത്. കാഫ്ക പക്ഷേ എഴുതുന്നത് ജർമ്മൻ ഭാഷയിലാണ്, ഔദ്യോഗിക ജർമ്മൻ ഭാഷയിൽ എഴുതുന്നു. ഈ യദ്ദിഷിൻ്റെ ഭാവങ്ങൾ അതിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ സർഗാത്മകമായ, ഞാൻ പറയുന്നൊരു ചുരുക്കം അതാണ്, നമുക്ക് നമ്മുടെ ഭാഷയെ രക്ഷിക്കാൻ ഈ 50 കൊല്ലം കഴിയുമ്പോൾ ഇല്ലാതായ ഭാഷകളുടെ ലിസ്റ്റിൽ മലയാളം പെടാതിരിക്കണമെങ്കിൽ നമുക്ക് ഈ ഭാഷയ്ക്ക് അതിനെ അടിച്ചമർത്താൻ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശക്തികൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ രൂപപ്പെടണം. സാഹിത്യവും ഭാഷയും തമ്മിലുള്ള ബന്ധത്തെ, അതിനെ ആശയവിനിമയ ഉപാധി എന്നതിനേക്കാൾ ആ ഭാഷയുടെ ഉള്ളിലുള്ള ഇൻറ്റൻസീവ് ഡിഫറൻസ് എന്ന് പറയും അതിന്. കാരണം അത് ഒരു ശബ്ദമർത്ഥം എന്നുള്ള ഒരു സ്ഥിര നിലയല്ല ഭാഷയ്ക്കുള്ളത്. ഓരോ സന്ദർഭത്തിലും പുനർജനിക്കുന്നതാണ് ശബ്ദം എന്നത്. ജീവിതത്തിൽ അനേകം ഭിന്ന സന്ദർഭങ്ങളുണ്ടാകും. ആ ഓരോ ഭിന്ന സന്ദർഭത്തിലും ഭാഷ പുതിയതായി ജനിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഭാഷയുടെ പ്രവർത്തനം തന്നെ അങ്ങനെയാണ് നടത്തുന്നത്. എത്രയോ തലമുറകൾ ആയി ആളുകൾ ഇങ്ങനെ ഉപയോഗിച്ചു വരുന്ന ഭാഷ ഭിന്നതയിലൂടെ ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. ഡിഫറൻസ് ആൻഡ് റെപ്പറ്റീഷൻ എന്നാണ് അതിന് പുതിയ ഭാഷാശാസ്ത്രത്തിൽ പറയുന്നത്. വ്യത്യസ്തതകളിലൂടെ പുനർജനിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ഭാഷാപ്രയോഗത്തിൽ അത് സംഭവിക്കും. ഈ ഒരു കാഴ്ചപ്പാടിൽ നാം മലയാള ഭാഷയെ വെറും കേവലമായ പത്രഭാഷയും രാഷ്ട്രീയ പ്രസംഗ ഭാഷയും ഒക്കെയായി കാണുന്നതിന് പകരം, കാണുന്നതല്ല ഭാഷ എന്ന് പറയുന്നത്, അത് നമ്മുടെ ജീവിതമാണ് എന്ന രീതിയിൽ കാണുകയും നമ്മുടെ സർഗശക്തിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പദ്ധതിയാണത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അതിനൊരു ആമുഖമെന്ന നിലയിൽ
ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പാശ്ചാത്യരെ അനുകരിക്കുന്ന ഒരു സാഹിത്യ വിമർശനമാണുള്ളത്. നമ്മുടെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനമൊക്കെ വളരെ തെറ്റായി അതിനെ ഒരു രാഷ്ട്രീയ ആശയപ്രചരണത്തിനുള്ള ഉപകരണമാണ് സാഹിത്യം എന്ന മട്ടിലായിരുന്നു പുരോഗമന സാഹിത്യകാലത്ത് അതിനെ ഉപയോഗിച്ചിരുന്നത്. മറുവശത്ത് നിൽക്കുന്ന അക്കാഡമിഷ്യൻസ് നമ്മുടെ സാഹിത്യത്തെ കണ്ടത് എഴുതുന്ന വ്യക്തിയുടെ അയാളുടെ ആത്മാവിഷ്കാരം. കാരണം അതൊരു ലിബറൽ സൊസൈറ്റിയിലെ, മുതലാളിത്ത ലിബറൽ സൊസൈറ്റിയിലെ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാത്രമേ സാഹിത്യകാരനെ വിമർശകൻ കാണുന്നുള്ളൂ. അവിടെ അങ്ങനെ ഒറ്റപ്പെട്ട വ്യക്തിയുടെ ഒരു പ്രവർത്തനമല്ല അത്. അനേക തലമുറകളിലൂടെ രൂപപ്പെട്ടു വരുന്ന ഭാഷയുടെ നിർവ്യക്തികമായ ഒരു പ്രവാഹമാണ് സാഹിത്യത്തിൽ സംഭവിക്കുന്നത്. ആ നിർവ്യക്തിക തലമെന്ന് പറഞ്ഞാൽ ഒരാളിൻ്റെ ശക്തിയല്ല, ഒരു ജനതയുടെ ശക്തിയാണ് ഒരു കൃതിയിൽ സംഭവിക്കുന്നത്. ആ ജനതയുടെ ശക്തി നമുക്ക് കണ്ടെത്താൻ കഴിയണം. ഇങ്ങനെ നമ്മുടെ സാഹിത്യ വിമർശനത്തിൽ അത് കഴിയാതെ പോകുന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, OE വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വിജയൻ്റെ അസ്തിത്വ ദുഃഖമാണ് എന്ന് പറയുമ്പോൾ അത് റെഡ്യൂസ് ചെയ്യപ്പെട്ടു, ചുരുങ്ങിപ്പോയി, കാണാൻ കഴിയില്ല. അത് മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നല്ലേ. ടാഗോറിൻ്റെ 2 വരിയെങ്കിലും അറിഞ്ഞുകൂടാത്ത ഒരു ബംഗാളിയും അവിടെ ഉണ്ടാവില്ല. ഈയിടെ കോഴിക്കോട്ട് ഈ DC ബുക്സിൻ്റെ ഒരു സാഹിത്യ ഉത്സവമുണ്ടായിരുന്നു. സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തത് MT വാസുദേവൻ നായരാണ്. MT വാസുദേവൻ നായർ വളരെ വിഷമത്തോടുകൂടി, അദ്ദേഹത്തിന് വളരെ അവശതയുണ്ടെങ്കിലും കൊണ്ടുവന്നിരുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ്: മലയാള ഭാഷ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് മലയാള കവിതയിലെ ഒരു 4 വരി കാണാതെ പറയാൻ പറ്റുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തല്ല, നമ്മുടെയൊക്കെ ആ പ്രായത്തിൽ എല്ലാവർക്കും അറിയാം എന്തെങ്കിലും 4 വരി പറയാൻ. നമ്മളൊരു ചെറിയ കുട്ടിയെ വിളിച്ചിട്ട് ഒരു 4 വരി കാണാതെ പറയാൻ പറ്റുന്ന കുട്ടികളില്ലാതായിരിക്കുന്നു. അങ്ങനെ ഒരു നാട്ടിൽ നമ്മുടെ ഭാഷ മരിക്കുകയാണ് എന്നുള്ളതിന് വേറെ തെളിവുകൾ വേണ്ട. സർ, മലയാള ഭാഷയും ഒരു മൃതഭാഷയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാശങ്കയുണ്ട്. ഇപ്പോൾ സാർവത്രികമായുള്ള ഒരു വ്യവഹാര ഭാഷ എവിടെ ചെന്നാലും ഇംഗ്ലീഷും മലയാളവും കൂടിക്കലർന്ന മംഗ്ലീഷ്, രഞ്ജിനി ധരിദാസിൻ്റെയും മറ്റും ഭാഷ. അത്തരമൊരു ഭാഷ യഥാർത്ഥത്തിൽ മലയാള ഭാഷയെ നശിപ്പിക്കുകയാണോ എന്ന അഭിപ്രായമുണ്ടോ? അല്ല, അത് നിശ്ചയമായിട്ടും ആശാസ്യമല്ല. കാരണം അത് നമ്മുടെ ഭാഷയ്ക്ക്, മലയാള ഭാഷയ്ക്ക് അത്രത്തോളം ഈ കൂടിക്കലർന്ന് അപജയം, അതിനെ അതിജീവിക്കാനുള്ള ശേഷി ഇല്ല വാസ്തവത്തിൽ. അങ്ങനെയൊരു അതിൽ അത്രത്തോളം ആയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതൊരു അനാശാസ്യ പ്രവണതയാണെന്ന് വേണം കാണേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, കരീബിയൻ ലാംഗ്വേജസ് ആദ്യകാലത്ത് ഈ അടിമകളെ വെള്ളക്കാർ കൊണ്ടുപോയിട്ട് അവരെ ഒരു ഭാഷ സംസാരിക്കുന്ന ആളുകളെ പലതായിട്ട് മാറ്റി, പരസ്പരം സംസാരിക്കാതിരിക്കാനായിട്ട് അങ്ങനെ മാറ്റിയിട്ട് അങ്ങനെ വന്നപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടൊരു ഭാഷയില്ല. യജമാനന്മാരുടെ ഭാഷ തന്നെ അവർക്ക് സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. അത് തന്നെ അവർക്ക് അറിയില്ലല്ലോ. യജമാനന്മാരുടെ ഭാഷയിൽ അവരറിയാവുന്ന ചില വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞു തുടങ്ങി. നമ്മൾ യജമാനന്മാരുടെ ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കരീബിയൻ അടിമകൾ പറഞ്ഞു. കുറേ കാലം കഴിഞ്ഞപ്പോഴേക്കും ഈ കരീബിയൻ അടിമകൾ അതിൽ നിന്ന് തന്നെ ഒരു ഭാഷ രൂപപ്പെടുത്തി. പിന്നെ ആ ഭാഷ രൂപപ്പെടുത്തിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞ കരീബിയൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ ഉണ്ടായിട്ടുള്ളത്. അത് വേറൊരു പ്രതിഭാസമാണ്. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല. നമുക്ക് 1000-ലേറെ വർഷത്തെ പാരമ്പര്യവും അതിനേക്കാളും പഴയ ദ്രാവിഡ റൂട്ടുകളുള്ളൊരു ഭാഷയാണ് നമ്മുടേത്. അതുകൊണ്ട് അങ്ങനെ ഒരു മിശ്ര ഭാഷയായിട്ട് മാറേണ്ട കാര്യമില്ല. പക്ഷേ ഇന്നത്തെ ആഗോളവൽക്കരണ കാലത്ത്, പുതിയ ടെക്നോളജിയുടെ കാലത്ത് ഈ പറഞ്ഞ പ്രവണത ശക്തമാണ്. അത് ഭാഷയ്ക്ക് നേരിടുന്ന വെല്ലുവിളി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഇവിടെ സംസാരിച്ചതിൻ്റെ ഒരു ചുരുക്കം ഇത്തരം പ്രവണതകളെ കൂടെ നമ്മൾ എങ്ങനെ ക്രിയാത്മകമായി, എങ്ങനെ സർഗാത്മകമായി നേരിടാമെന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ട വഴികൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാഷ കാരണം ഇപ്പോൾ ഇതിനെ നേരിടുന്നതിന് വേണ്ടി ഇപ്പോൾ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യം ഉണ്ടായ കാലത്ത് NV കൃഷ്ണവാര്യരും മറ്റും ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ പദവിയിലൊക്കെ ഇരുന്ന കാലത്ത് അവർ മലയാളത്തിൽ തന്നെ ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി മലയാള വാക്കുകൾ ഉണ്ടാക്കി നിരവധി.
ആളുകൾ സംസാരിക്കുമ്പോൾ മലയാളം തന്നെ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ ഡിക്ഷണറികളൊക്കെ എല്ലാം ചെതലെടുത്തു പോയി, ആരും നോക്കിയില്ല. അതിന് പകരം എല്ലാവരും ഇംഗ്ലീഷ് പദങ്ങൾ തന്നെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. പക്ഷേ തമിഴ്നാട്ടിൽ ആലോചിക്കണം, അവർക്ക് അങ്ങനെ ഒരു ഡിക്ഷണറി ഉണ്ടാക്കേണ്ടി വന്നില്ല. അവർക്ക് എന്താണ് പോക്കുവരത്തെന്നും അതുപോലത്തെയുള്ള വാക്കുകളൊക്കെ ഇല്ലേ, കാവൽ നിലയമെന്നും, അവരുടെ വാക്കുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ വിധത്തിലുള്ള വാക്കുകൾ നമുക്കില്ലാതെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഉപയോഗിക്കുന്ന പകരം സ്വീകരിക്കുന്ന വാക്കുകളെ നമ്മുടെ ഭാഷയുടെ ജീനിയസിലേക്ക്, അതാണ് ലാംഗ്വേജിൻ്റെ ജീനിയസ് എന്ന് പറയുന്ന ഒന്നുണ്ട്, ലാംഗ്വേജിൻ്റെ ജീനിയസിലേക്ക് നമ്മൾ ഈ അന്യഭാഷാ പദങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയയാണ് നടത്തേണ്ടത്. സാറേ, നമ്മൾ മലയാള ഭാഷ നേരത്തെ പറഞ്ഞതുപോലെ പ്രാദേശിക ഭാഷയ്ക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയും ആ രീതിയിൽ നമ്മൾ ജീവിക്കണമെന്ന് നമുക്കെല്ലാവർക്കും താല്പര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു സത്യം ഉണ്ട്. പക്ഷേ ഈ സത്യം നമ്മൾ നിലനിർത്തി നമ്മുടെ സംസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി, നമ്മുടെ ഭാഷ നമ്മൾ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാനക ഭാഷ എന്ന് പറയുന്നത് ഇപ്പോൾ, അതായത് യൂണിവേഴ്സലായിട്ടുള്ളൊരു ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ, ബേസിക് ഇംഗ്ലീഷ് എങ്കിലും അറിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആഗോളവൽക്കരണത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുക, ഈ ഒരു മൈഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സഡസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാസമായിട്ട് വിദ്യാർത്ഥികൾ ഇങ്ങനെ നാട് വിട്ടു പോകുന്നു. അപ്പോൾ അവർക്ക് ഈ മാനക ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ശരിക്കും ബേസ് ഉണ്ടായില്ലെങ്കിൽ അവർക്ക് ലോകവിജ്ഞാനം എങ്ങനെ ആർജിക്കാൻ കഴിയും, എങ്ങനെ അവരുടെ ഭാവി കെട്ടിപ്പടുത്താൻ പറ്റും? അല്ല, ഇത് ഈ ചോദ്യം വളരെ ശരിയാണ്. കാരണം ഇപ്പോൾ ലോകത്ത് നമുക്ക് ഇപ്പോൾ ആഗോള ലോകം ഒന്നായി തീരുകയല്ലേ, ഒരു ആഗോള ഗ്രാമമായി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഷ ഇംഗ്ലീഷാണ്. ആ ഭാഷ നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്കതിലൊരു പൗരത്വം, ആഗോള പൗരത്വം നമുക്ക് കിട്ടുകയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിലുള്ള ഒരു കാര്യം, ഇതിനു വേണ്ടി നമ്മൾ നമ്മുടെ ഭാഷയെ മൃതഭാഷയാക്കി തള്ളിക്കളയണമെന്നുള്ളതാണ് പ്രശ്നം വരുന്നത്. ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സ്വത്വമില്ലാത്തവരായി തീരും, സ്വന്തം ഭാഷയില്ലാത്തവരായി തീരും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത് പറയുന്നത്, ഈ ആഗോളവൽക്കരണത്തിനെതിരായി രാഷ്ട്രീയ സിദ്ധാന്തത്തിൽ ഒരു പരികല്പനയുണ്ട്. എന്താണ്? ഇപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന വാക്കാണല്ലോ നമ്മൾ പറയുന്നത്. ആൾട്ടർ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ആൾട്ടർ ഗ്ലോബലൈസേഷൻ. കാരണം ഗ്ലോബലൈസേഷൻ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ലോകം ഒന്നായി കഴിഞ്ഞു, കൂടുതൽ ഒന്നായിക്കൊണ്ടിരിക്കുകയുമാണ്. ഗ്ലോബലൈസേഷനെ തള്ളിക്കളയാൻ പറ്റാത്തത് കൊണ്ട് നമുക്കെന്താണ്, ഇന്നത്തെ ഈ ഗ്ലോബലൈസേഷൻ ഗ്ലോബൽ ക്യാപിറ്റലിൻ്റെ ഗ്ലോബലൈസേഷനാണ്. വൻപിച്ച മുതലാളിത്ത മൂലധനത്തിൻ്റെയും കോർപ്പറേറ്റുകളുടെയും നേതൃത്വത്തിലുള്ള ഗ്ലോബലൈസേഷനാണ് നടക്കുന്നത്. ഇതിന് ബദലായിട്ട് അടിത്തട്ടിൽ നിന്നുള്ള ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ, അതിന് ആൾട്ടർ ഗ്ലോബലൈസേഷൻ എന്നാണ് പറയുന്നത്. അതാണ് പുതിയ രാഷ്ട്രീയ തലത്തിൽ ലോകം ഉയർന്നു വരാൻ പോകുന്നത്, ഈ ആൾട്ടർ ഗ്ലോബലൈസേഷനാണ്. ഈ ആൾട്ടർ ഗ്ലോബലൈസേഷനിൽ ഈ ചോദിച്ച ചോദ്യം അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതിന് ഗ്ലോബൽ ആൻഡ് ലോക്കൽ ഭാഷ, മലയാള ഭാഷ ലോക്കലാണ്, ഇംഗ്ലീഷ് ഭാഷ ഗ്ലോബലാണ്. അപ്പോൾ ഗ്ലോബലും അതുപോലെ ഗ്ലോബലായിട്ടുള്ള ഒരു സാമ്പത്തിക സാമൂഹിക ക്രമം വരുന്നു. അതേസമയം പ്രാദേശിക സംസ്കാരത്തിൻ്റെതായ ഒരു ജീവിത രീതി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് ഗ്ലോക്കലൈസേഷൻ എന്നൊരു പരികല്പനയാണ് വരുന്നത്. ഗ്ലോബൽ ആൻഡ് ലോക്കൽ, അതിനാണ് ഗ്ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഒരേ സമയം ഗ്ലോബൽ ആവുകയും ചെയ്യും, അതേസമയം ലോക്കലായത് അതിജീവിക്കുകയും ചെയ്യും. ഇത് ആൾട്ടർ ഗ്ലോബലൈസേഷൻ്റെ പ്രക്രിയയാണ്. അത് വളരെ വിശദീകരിച്ചെങ്കിലേ അത് വ്യക്തമാവുള്ളൂ. എങ്കിലും ഞാൻ ചുരുക്കി പറഞ്ഞത് അത് വ്യക്തമായതാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ആൾട്ടർ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് പരിഹരിക്കപ്പെടുക. ഈ ചോദ്യം കറക്റ്റാണ്. സാർ ഈ പറഞ്ഞ ഗ്ലോക്കലൈസേഷൻ എന്നുള്ള ആ കൺസെപ്റ്റ് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ, അപ്പോൾ ഇന്ത്യയിൽ ഇന്നിപ്പം കുറേയേറെ ഭാഷകളുണ്ട്, 29 ഭാഷകൾ, അംഗീകരിക്കപ്പെട്ട ഭാഷകളുണ്ട്. അല്ലാതെ തന്നെ ബഹുസ്വരമായ ഇന്ത്യയിൽ ചെറിയ ഭാഷകൾ, അതായത് ഭാഷാ വ്യത്യാസങ്ങൾ അങ്ങനെയുള്ള, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹിന്ദി എന്ന് പറയുന്ന വലിയ ഭാഷയ്ക്ക് കുറേയേറെ ബോലികൾ എന്നൊക്കെ പറയുന്ന ഭോജ്പുരി, അങ്ങനെയുള്ള കുറേയേറെ ഭാഷകളുണ്ട്, ബിഹാരി, രാജസ്ഥാനി, ഇവയെല്ലാം കൂടെ കൂടുമ്പോഴാണ് ഹിന്ദി എന്ന ഭാഷയ്ക്ക് 52 കോടി ജനങ്ങളുടെ ഭാഷയാകുന്നതും
അതിൽ ഇന്ത്യക്ക് ഒരു വലിപ്പം ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഇന്നുവരെ ഒരു രാഷ്ട്രഭാഷ എന്നുള്ള സങ്കല്പത്തിലേക്ക് നമ്മുടെ ഭരണഘടനയൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടും ഇംഗ്ലീഷിൻ്റെ പ്രാമാണ്യം ഓരോ 15 വർഷവും അംഗീകരിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇംഗ്ലീഷിന് പ്രാധാന്യം കൊടുക്കരുതെന്നല്ല, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി രാഷ്ട്രീയക്കാർ ഇംഗ്ലീഷിനെയും ഹിന്ദിയെയും നമ്മുടെ ഭാഷകളെ എല്ലാം തന്നെ രാഷ്ട്രഭാഷകൾ എന്നുള്ള സങ്കല്പത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതല്ലേ നമ്മുടെ ഭാഷാ പ്രശ്നത്തിനുള്ള ഏക പരിഹാരം. അല്ല, ഇത് ശരിയാണത്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഈ പ്രശ്നം ഭാഷയുടെ തലത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല, നമ്മളുടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയുമായിട്ട് കൂടി ബന്ധപ്പെട്ടൊരു കാര്യമാണതൊക്കെ. നമുക്കറിയാലോ, ആദ്യം ഇപ്പോൾ രാഷ്ട്രഭാഷ എന്ന നിലയിൽ ഹിന്ദി വന്നപ്പോൾ ദ്രാവിഡ ഭാഷകളിൽ നിന്ന്, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് അതിന് വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. മാത്രമല്ല, നിങ്ങൾ ഭാഷയ്ക്ക് വേണ്ടി ആളുകൾ ആത്മാഹുതി ചെയ്ത സംഭവങ്ങളാണ് അതൊക്കെ. മരിക്കുക ആളുകൾ ഭാഷയ്ക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള വലിയ സമരങ്ങൾ തന്നെ ഉയർന്നു വരികയുണ്ടായി. അപ്പോൾ ആ ഭാഷയുടെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ആഴവുമായി എങ്ങനെ ഭാഷ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണത്. ഇങ്ങനെ ആ ബന്ധത്തെ തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയം ഉയർന്നു വരണം. അങ്ങനെ ഒരു രാഷ്ട്രീയത്തിന് മാത്രമേ അത് പരിഹരിക്കാൻ പറ്റുള്ളൂ. അതാണ്. അതുകൊണ്ട് നമ്മൾ ഭാഷയുടെ തലത്തിൽ മാത്രം, ഭാഷാ പരിഷ്കരണത്തിൻ്റെയോ നിയമം കൊണ്ട് നടപ്പാക്കുന്നതിൻ്റെയോ ഒന്നും തലത്തിലല്ല അത് വരുന്നത്. ആഴത്തിൽ വരണം അത്. എന്നുവെച്ചിപ്പം ആദിവാസി ഭാഷകൾ, അല്ലേ, ആദിവാസി ഭാഷകൾ, എത്രയോ ആദിവാസി ഭാഷകൾ അവർക്ക് അതിന് പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും സാധ്യമല്ലാതെ ജീവിക്കുന്ന ആദിവാസികളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇവരെയൊക്കെ ഈ നാടിൻ്റെ യഥാർത്ഥ അവകാശികളായി അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് മാത്രമേ അങ്ങനെ അവരെ മോചിപ്പിക്കാൻ കഴിയൂ. അവരെ മോചിപ്പിക്കുന്നതിലൂടെ മാത്രമേ അവരുടെ ഭാഷയെ മോചിപ്പിക്കാൻ കഴിയൂ. ഇതാണ് അതിന് ചുരുക്കം.